ഹരീഷ്ണൻ എന്ന് പറയുമ്പോൾ മലയാളികൾക്കെന്നും പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ്. അപ്പോൾ മലർവാടിയിൽ തുടങ്ങിയിട്ടാലും ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ചിത്രങ്ങളിലും സത്യമായിട്ട് 5 രൂപ പോലും എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഗൂഗിൾ പേ ഹിസ്റ്ററി ഒന്ന് കാണാൻ മനസ്സിലേക്ക് വരെ മനസ്സ് അടിപൊളിയാണ്, അടിപൊളിയാണ്, ക്യൂട്ടാണ്, സുന്ദരിയാണ്, പിന്നെ ഇത്രയും നാച്ചുറൽ ആയിട്ട് സദ്ഗുണസമ്പന്നയാണ്. എന്തൊക്കെ ഇമോഷൻസ് അറ്റടി വരുന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇപ്പോൾ നമ്മുടെ സൗഹൃദങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ചിലപ്പോൾ സോളോ ആയിട്ട് പോകുന്ന അപ്പോഴും ഒരു എന്താ പറയുക നമ്മുടെ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണ്, എപ്പോഴും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അങ്ങനത്തെ ഒരു ലോകത്ത് ജീവിക്കാനാണോ, അതോ എനിക്ക് എൻ്റെ ലോകം മതി, എൻ്റെ മാത്രം, അങ്ങനത്തെ ഒരു ഇതാണ്? ഡിപ്പെൻസ്. ചില സമയത്ത് തോന്നും ഒറ്റയ്ക്ക് ഇരിക്കണത് ഭയങ്കര കംഫർട്ടാണ്, ഒരു ശല്യമോ ഒന്നും ഇല്ലാതെ. ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് പോയിരിക്കും. പക്ഷെ ചില സമയത്ത് ആരും ഇല്ലാണ്ട് പറ്റാത്തൊരു സിറ്റുവേഷൻസും ഉണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ വേണം സംസാരിക്കാൻ. അത് ഡിപ്പെൻസ്, ആ ഒരു സമയത്ത് മൂഡ് പോലെ ഇരിക്കും. എനിക്ക് പക്ഷെ ഒറ്റയ്ക്ക് ഇരിക്കണമെന്ന് അങ്ങനെ ഇല്ല. എനിക്ക് ഒറ്റയ്ക്ക് മമ്മയുടെ കൂടെ ഇരിക്കും. അപ്പം രണ്ടുപേരായല്ലോ. എനിക്ക് വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ട്സ് ആയാലും അവർ വീട്ടിലായിരിക്കും മിക്കവാറും കാണാനൊക്കെ വരുന്നത്. എനിക്ക് പുറത്ത് പോകത്തൊന്നും എനിക്ക് വീട്ടിൽ അപ്പം ഇപ്പൊ ഈ ഓരോ സിനിമകൾ എടുക്കുമ്പോൾ ഇതിന്റെ കഥകൾ താൻ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്, അതോ ആരെങ്കിലും സജഷൻസ് പറയും ഈ കഥ ഒന്ന് ചെയ്ത് നോക്ക്, ഇങ്ങനത്തെ ഒരു കഥാപാത്രം അങ്ങനെ എപ്പോഴും, അതോ സ്വന്തം ഡിസിഷനാണ് ഓരോ കഥ എടുക്കുമ്പോൾ? എനിക്കൊന്നും ഇപ്പം ഞാനൊരു ന്യൂ കമർ ആണല്ലോ, അപ്പൊ എനിക്ക് വരുന്ന ഓപ്ഷൻസിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ന്യൂ കമറോ ചൈൽഡ് എത്ര കൊല്ലായി? അല്ല ഒരു പടം ചെയ്തില്ലേ രാംഗോപാൽ വർമ്മ? അല്ല, ഞാൻ പറഞ്ഞ നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു ഭയങ്കര അടിപൊളി 4 സ്ക്രിപ്റ്റുകളിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് ഒന്നും അല്ല. നമുക്കിപ്പോൾ വരുന്ന ഏതാണോ നമുക്കിപ്പോൾ ടീമും അതെല്ലാം റീസണബിൾ ആയിട്ട് തോന്നുന്നു അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. സ്റ്റോറി കേട്ടിട്ട് ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്യും, എല്ലാവരുമായിട്ട് എന്താ അവരുടെ ഒപ്പീനിയൻ എന്നൊക്കെ അറിയും. എന്നിട്ട് ഇപ്പം ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന സിനിമകൾ ക്ലിക്ക് ആവുന്നുണ്ടല്ലോ നോക്കാം, അതൊക്കെ രണ്ടാമത്തെ കേസ്. ആ ഒരു സെറ്റ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് ഉണ്ടാവുമല്ലോ. ഈ ഒരു സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ കൃഷ്ണനാരായണൻ അടിപൊളിയാണ്. എന്റെ ഹരിച്ചേട്ടാ, നമ്മുടെ ഹരിച്ചേട്ടനൊക്കെ ശരി ശരി, ഞാൻ ചിരിക്കില്ലേ. അല്ല, നമ്മുടെ ഈ സെറ്റിന്റെ ഗുണം എന്തായിരുന്നു വെച്ചാൽ നമ്മളങ്ങനെ വലിയൊരു ഇലാബറേറ്റ് സെറ്റൊന്നും അല്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ 100-400 ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു സെറ്റാണ്. അപ്പോൾ എല്ലാവരും കുറേ കൂടെ എന്താ ടൈം ഉണ്ട് ഇൻട്രാക്ട് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും. മറ്റേതിപ്പോൾ ഷോർട്ട് എടുത്തു, എല്ലാവരും അവരവരുടെ ഒരു സ്പേസിൽ പോയിരിക്കുന്നു, അങ്ങനെ ഇപ്പോൾ സംസാരിക്കൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ ലഞ്ച് ആയാലും ഒരുമിച്ച് അല്ലേ, ഷോർട്ട് പഠിക്കുന്നതൊക്കെ ഒരുമിച്ച്. പിന്നെ അതിൻ്റെ ചേട്ടൻ പിന്നെ സ്ഥിരം ഒരു ഡയലോഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 4 പാരഡി വേർഷൻ ഉണ്ടാക്കും. അപ്പം ഇരുന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് അതായിരിക്കും ഓർമ്മ വരുന്നത്. ഇങ്ങനെ അതൊരു പുതിയ അറിവാണല്ലോ. ഒരു പാരഡി അങ്ങനല്ല, ഈ ഒരു പാരലൽ ട്രാക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ എങ്ങനെയത് പറയാ, രണ്ട് ഒരു സീരിയസ് ഡയലോഗ് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു കോമഡി വേർഷൻ, ഒരു 2-3 കോമഡി വേർഷൻസ് ഉണ്ടാവും ഇവിടെ. അപ്പൊ ചിലപ്പോ ഞങ്ങൾ നിന്ന് കോമഡി അല്ലാത്ത സാധനമായിരിക്കും ഞങ്ങൾ ഫേസ് ടു ഫേസ് ഒക്കെ നിന്ന് പറയുന്നത്. എന്റെ തലയില് ചിലപ്പോ ഇതായിരിക്കും ഓടുന്ന ഈ കോമഡി കേട്ടത്. അങ്ങനെ ചിരിച്ചു ചിരിച്ച് നല്ല സെറ്റ് വൈബാക്കുന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളുടെ ലൈഫില് സിനിമകൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? പേഴ്സണൽ ലൈഫ് അല്ല, ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് സെലിബ്രിറ്റി ലൈഫ് എന്ന് പറയുമ്പോഴേക്കും ഇച്ചിരൂടെ ഫെയിം ആവും, ഇച്ചിരൂടെ ലൈഫിൽ ഇച്ചിരൂടെ തിരക്കുകൾ വരും, നമ്മുടെ ആഗ്രഹങ്ങൾ അച്ചീവ് ചെയ്യുന്നൊക്കെ. നമ്മുടെ എപ്പോഴും പേഴ്സണൽ ലൈഫ് ഉണ്ടാവുമല്ലോ, നമ്മളൊരു പുറത്തു പോയി ചായ കുടിക്കുന്ന ഒരു മൊമെന്റ് ആവാം, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സ്പെൻഡ് ചെയ്ത് വായി നോക്കാൻ പോകുന്ന ഒരു മൊമെന്റ് ആവാം. അതൊക്കെ സെലിബ്രിറ്റി ലൈഫിലേക്ക് കയറി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അതൊക്കെ മിസ്സായെന്ന് വരും. എനിക്ക് മിസ്സാ, ഞാൻ ഇപ്പോഴും വായി നോക്കാൻ പോകാറുണ്ട്, ഇപ്പോഴും പുറത്ത് ചായ കുടിക്കാൻ മാസ്കും ക്യാപ്പും ഇട്ടാ പോവാറ്. അല്ല, അങ്ങനൊന്നുമില്ല, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സെലിബ്രിറ്റി ലൈഫ് വലിയായിട്ട് അഫക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ
വ്യത്യാസം വീട്ടിലിറങ്ങി വീട്ടിൽ നിന്ന് കളിയിറങ്ങുന്ന ടീമായിരുന്നു പറയണേ. എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, ഞാൻ അന്ന് വീട്ടില് അല്ല അങ്ങനെ വ്യത്യാസം അതില്ല. എല്ലാരും പറയുന്ന കുറച്ച് ഇന്റർവ്യൂലും ഞാൻ കേട്ടത്, അപ്പൊ സിനിമകൾ എന്ന് പറയുന്നത് ചൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ സിനിമ കയറാനും എളുപ്പമാണ്, നിലനിൽക്കാൻ പാടാന്ന് പറഞ്ഞു. ഞാൻ തന്നെ കുറച്ച് പറഞ്ഞു. അപ്പൊ അതൊരു പോയിന്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു വർഷം തന്നെ എടുക്കുകയാണെന്നെങ്കിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്, പക്ഷെ ഒരുപാട് പുതുമുഖങ്ങളുടെ സിനിമകളാണ്, പക്ഷെ അവരാരും പിന്നീട് കാണാറില്ല. സിനിമകളുടെ സിറ്റുവേഷൻ കൊണ്ടാവാം, വിജയിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ പിന്നീട് അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാവാം. ശരിക്കും നിങ്ങൾ ഇപ്പോഴും ആ സ്ട്രഗ്ലിങ് ഫേസ് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഉണ്ട്. കാരണം അതിപ്പോൾ ഞാനെന്ന് തന്നെ അല്ല, ഒരുവിധം ആർട്ടിസ്റ്റുകളെല്ലാം ഇപ്പോൾ ഒരു മൂവി വൻ ഹിറ്റായി കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാധ്യത തന്നെയാണ്. കാരണം അടുത്ത മൂവി അതേ ലെവലിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും ഓഫ് കോഴ്സ് ആ ഒരു സ്ട്രഗിളിൽ കൂടിപ്പോയവരാണ്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് റിട്ടേൺ അടിച്ചിരുന്ന എനിക്ക് ഇതല്ല പ്രൊഫഷൻ, എങ്കിൽ ഞാനൊരു എന്താ പറയാ, സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു മാസാവസാനം കിട്ടുന്ന ഒരു പെർമനന്റ് ഇൻകം കിട്ടുന്ന ഒരു ഫീൽഡ് അല്ല. ഒരു ചിലപ്പം പേയ്മെന്റും കുറയാൻ കൂടാം. അപ്പോൾ എപ്പോഴേലും ഏതെങ്കിലും പോയിന്റ് തോന്നിയിട്ടുണ്ടോ എനിക്ക് വേറൊരു ഫീൽഡ് ആയിരുന്നെങ്കിൽ എനിക്കൊരു ഫിക്സഡ് ഇൻകം ഉണ്ടാവുമായിരുന്നു, ലൈഫ് സെറ്റിൽ ആവുമായിരുന്നു, അങ്ങനെ എപ്പോഴേലും മൊമെന്റ് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതല്ല നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോഴും പാഷൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ബാക്കി അതിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഇന്നല്ല നാളെ അതിനൊരു ബലം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ബലം ഉണ്ടായല്ലോ. അതെ, ഞാൻ പറഞ്ഞ ഭാവിയിലും ഫ്യൂച്ചറിലും നേരത്തെ പറഞ്ഞില്ല, നമ്മൾ പിടിച്ചു നിൽക്കുക എന്നുള്ളത്. പിന്നെ സിനിമ ഒരു പ്രാവശ്യം അറിഞ്ഞവരാരും ഇനി സിനിമ വേണമെന്നേ ആഗ്രഹിക്കുള്ളൂ. ഒരിക്കലും ഞാനിതിൽ വരരുതായിരുന്നു എന്ന് ചിന്തിക്കൊന്നും തോന്നില്ല. അതൊരു പോയിസൺ ആണ്. ഇനിയും എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഒരു പടം വരയ്ക്കുന്നു, അയാൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ആ വരയ്ക്കുന്ന പ്രോസസ് അല്ലേ എൻജോയ് ചെയ്യുക. അതേപോലെ ഇതിപ്പോ പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അഭിനയിച്ചാൽ മതി എന്ന് തോന്നും. അതൊരു ആരും വരണ്ടായിരുന്നു എന്ന് ഒരിക്കലും വിചാരിക്കുന്നു തോന്നില്ല. അതെ. ഇപ്പം ഇതൊരു പ്രണയ ചിത്രമാണെന്നാണ് ഒരു ഊഹം ആണോ? പ്രണയവും ഒരു പാർട്ടാണ്. അപ്പൊ പ്രണയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പ്രണയം എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആക്ച്വലി പ്രണയത്തിന് ഒരു ഡെഫിനിഷൻ, ഒരു സ്പെസിഫിക് ആയിട്ടൊരു ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അതൊരു ഫീലാണ് അല്ലേ? എത്ര തവണ വന്നതാണ് ഇപ്പൊ ചോദ്യം. അത് നോട്ട് ദ പോയിന്റ്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രണയമാണ് അൾട്ടിമേറ്റ്. അതിപ്പോ ഒരു വ്യക്തിയോടാകാം, ഒരു സാധനത്തിനോടാകാം, അല്ലെങ്കിൽ ഒരു മൊമെന്റിനോടാകാം. അതില്ലെങ്കിൽ മനുഷ്യനില്ലല്ലോ. അതെ, ശരിയല്ലേ? തീർച്ചയായും. എത്ര പേരോട് തോന്നി അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടു. വീട്ടില് ചെലവൊക്കെ അടി കിട്ടുമൊക്കെ. അതൊരു കാര്യം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മനുഷ്യനല്ലേ. ഈ ഞാൻ പറഞ്ഞില്ല, അതൊരു വ്യക്തിയോടാവാം, ഒരു മൊമെന്റിൽ ചിലപ്പോ ഒരാളോട് ആവാം. അല്ല, ഞാനിപ്പോ പറഞ്ഞത്, അതായത് ഇപ്പൊ ഒരു വ്യക്തിയോട് പ്രണയം തോന്നുന്നു എന്ന് വെച്ചോ, അത് ചില സമയത്ത് അയാളെ കണ്ടിട്ടായിരിക്കൂല, ചിലപ്പോ ആ മൊമെന്റ് അത് ക്രിയേറ്റ് ചെയ്യണമായിരിക്കും. അതെ, അതിനേക്കാളും നല്ലതാണല്ലോ ഇതിനേക്കാളും നല്ലതാണല്ലോ. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുള്ള ഇപ്പൊ ഈ ലവ് എന്ന് പറയുന്ന സാധനം കൊറേ ഫീലിങ്സിന്റെ ഒരു മൂവിയിലുണ്ടല്ലോ ഡയലോഗ്, ഞാനൊരു 10 പേരെ പ്രേമിച്ചു, 5 പേര് എന്നെ തേച്ചു, 5 പേര് ഞാൻ തേച്ചു. എങ്ങനെയാണ് കൊറേ ഫീലിങ്സിന്റെ ഒരു ആവറേജോ ഒരു അക്യുമുലേഷനോ ഒക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം റെസ്പെക്റ്റ് ഉണ്ടാവും അതിനകത്ത്, ഭയങ്കര എന്താ ഒരു മ്യൂച്വലി തോന്നുന്നൊരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നുന്നൊരു അഫെക്ഷൻ. അപ്പൊ അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴായിരിക്കും നമുക്ക് ഇതിങ്ങനെ, അതിപ്പം എന്താ ഒരു അഡ്മിറേഷൻ ആവാം. ആക്ച്വലി ഈ റൂട്ട് എങ്ങോട്ടാന്ന് ഞാൻ പറയാം. അതിന്റെ അടുത്ത ചോദ്യം എന്തായിരിക്കും അറിയോ? ഭാവി വരനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട്. പ്രണയം നിന്നെ കൊണ്ട് എങ്ങനെയാണ് നിന്റെ ഇത് പറയിച്ചു കഴിഞ്ഞിട്ട് നിന്റെ ഭാവി വരനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. ഇത് തന്നെ ഇവൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഇവൻ ട്രൈ ചെയ്തതാണ്. എന്നിട്ട് പിടിയൊന്നുമില്ല. അന്ന് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞ നിന്റെ ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവും. ഇതുകൊണ്ടാണ് ഇപ്പൊ മനസ്സിലെ ഫോളോ ചെയ്യുന്ന എത്ര പേരുണ്ട്, മനസ്സിലെ ഇഷ്ടങ്ങളൊക്കെ അറിയാണെങ്കിൽ ഒന്ന് അപ്രോച്ച് ചെയ്യാലോ. അപ്പം അവിടെ പറയാൻ പറ്റത്തില്ല, ഇതൊരു മാട്രിമോണിയായി.
അങ്ങനെ അപ്പോൾ ഒരു കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര അഡ്മിറേഷൻ ആയിരിക്കാം ചിലവരോട്, അല്ലെങ്കിൽ എന്താ പറയുക, അവരൊന്ന് കാണാനുള്ളൊരു കൊതി, അങ്ങനത്തെ പല പല സാധനങ്ങൾ വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരാളാണ് ആ ഒരാൾ എന്നൊക്കെ തോന്നുന്നത് എനിക്ക് തോന്നുന്നു. എപ്പോഴെങ്കിലും അങ്ങനെ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? ഇത്ര എണ്ണം ഒരുമിച്ച് വന്നില്ല ഇതുവരെ. ഒരുമിച്ച് വരുന്ന ആളെ നോക്കിയിരിക്കുന്നത്. ഈ ഇപ്പൊ നേരത്തെ ഹരിച്ചാണ് പറഞ്ഞല്ലോ, ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഇവർ കൊള്ളാമല്ലോ, അങ്ങനെയൊക്കെ തോന്നുന്നല്ലാതെ ക്രഷ് ക്രഷ് എന്ന് വേണമെങ്കിൽ പറയല്ലേ, അങ്ങനെയും പറയാം. ഇൻഫാക്ച്വേഷൻ അല്ല അങ്ങനെ പറയാം. കൊള്ളാം ഇവര്, അങ്ങനെ തോന്നിട്ടു. അല്ലാതെ അപ്പം ലൈഫിൽ അങ്ങനത്തെ ഒരു പാർട്ണർ വരണമെന്നാണ് ആഗ്രഹം. എനിക്ക് ലൈഫ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലതാവുന്നത് അങ്ങനെ ഒരാളെ കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ. അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ അഡ്മിറേഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അല്ല എന്തോ ഒന്ന് ലാക്ക് ചെയ്യുന്നതായിട്ട് തോന്നുമല്ലോ ആ ലൈഫിൽ. ഇപ്പോൾ എനിക്ക് വലിയ ബഹുമാനം ഇല്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു സ്നേഹമുണ്ട്, അപ്പോഴും ഒരു കംപ്ലീറ്റ് ആവാത്ത ഫീലിംഗ് ആവുമെന്നോ തോന്നുന്നു. എല്ലാം മനസ്സിലായി. ഇപ്പൊ താക്കോൽ എവിടെ ഉണ്ട്? ഇപ്പൊ താങ്കളോട് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നോർമലി നമ്മൾ കാണുന്ന സെലിബ്രിറ്റി ലൈഫിലുള്ള കൂടുതൽ ആക്ടേഴ്സിനും ഇപ്പോൾ വരുന്നതല്ല, കുറച്ച് മുമ്പുള്ള ആക്ടേഴ്സ് ആയാലും ശരി, അവരൊക്കെ മാരേജ് ലൈഫിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സിനിമയിലോട്ട് അങ്ങനെ കാണാറില്ല. ഒരു ഫാമിലി ലൈഫ് അങ്ങനെ ഒരു ഇതുകൊണ്ട് കൂടുതൽ ആക്ടേഴ്സ് അങ്ങനെയാണ്. മാനസിക അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഫാമിലി ലൈഫ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് സിനിമ? എനിക്ക് തോന്നുന്നത് അത് ഈ ഇൻഡസ്ട്രി അവരെ തിരിച്ചു വിളിക്കാത്തതുകൊണ്ടായിരിക്കും. സിനിമ ആരും വിട്ടിട്ട് പോകുന്നത് അത് റെയർലി സംഭവിക്കുന്ന കാര്യമായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ മാർക്കറ്റ് ഇടിയോ കുറെ പേര് അങ്ങനെ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറെ പേര് കല്യാണം കഴിഞ്ഞു പോയൊരു വീണ്ടും തിരിച്ചു. അപ്പം സിനിമ ഇറങ്ങാൻ പോവാണ്, ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അപ്പം എന്താണ് കാണുന്നത് പ്രേക്ഷകരോട് പറയാനുള്ളത്? പറഞ്ഞു എന്താ ഒരു വില്ലേജ് ബാക്ക്ഡ്രോപ്പിൽ ഒരു പണ്ടത്തെ കാലത്ത് നടക്കുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഇതുവരെ കഴിഞ്ഞില്ല. അപ്പൊ ഏതോ നാട്ടിൽ നടക്കുന്ന ഒരു കഥ അല്ലേ, വില്ലേജിലല്ലേ? അതെ, വില്ലേജ്. ഞാൻ പറയില്ല, ഞാനില്ലേ കളിക്കും. വില്ലേജ് പറ മോള് പറ. അപ്പൊ എല്ലാവർക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയൊരു നഗരത്തിൽ നടന്ന ഫാമിലിക്ക് പോയി കണ്ടു. അങ്ങനെയല്ല, ഇതിപ്പോ ഞാൻ കഥ മുഴുവൻ പറയേണ്ടി വരും. വേണ്ട, എല്ലാരും സിനിമ പോയി കാണണം. എല്ലാ തരം ഓഡിയൻസിനും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മോഡൽ ഓഡിയൻസോ എല്ലാ തരം തറ. സോറി, ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറിയ തലവേദന ഉണ്ടോ അതിന്റെ. കിളിയില്ല, കിളിക്കോട് ഇല്ലാണ്ട് വന്നിരിക്കുക. അപ്പൊ എന്തായാലും എല്ലാ തരം ഓഡിയൻസിനും വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓർമ്മ ചിത്രമായിരിക്കും അല്ലേ, ഓർമ്മ ചിത്രം. അതെ. അപ്പം എന്തായാലും സിനിമ വലിയൊരു വിജയമാകട്ടെ. ഇനി ഒരുപാട് ചിത്രങ്ങൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഇനിയും നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കട്ടെ. അതെ, അടുത്ത ഇന്റർവ്യൂവിൽ കാണുന്നത് വരെ ഭാവി എന്നെ നേരത്തെ പറഞ്ഞ ഭാവി വരനാകാൻ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ കാണുന്നവരെ ഈ പെൻബി സൈനിങ് ഓഫ്. ഇത്ര സമയം ഞങ്ങൾക്ക് എടുക്കുന്നതിനെ താങ്ക് യു സോ മച്ച്. താങ്ക് യു.